ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സാജു പോൾ. ഫോറവർ ലിവിംഗ് പ്രോഡക്ട്സിന്റെ ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉള്ള ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. കാരണം നമ്മൾ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. നമുക്ക് വീണ്ടും റെഫർ ചെയ്യാനും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഷോർട്ട് പെൻസിൽ ഈസ് ബെറ്റർ ദാൻ ലോങ് മെമ്മറി. ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ട്രെയിനിങ് പ്രോഗ്രാം ഒരു ബിഗിനറെ സംബന്ധിച്ച്, ഒരു ബിഗിനർ എന്ന് പറയുമ്പോൾ ന്യൂ ബോൺ ബേബിയാണ് ഫോറവറിൽ. ആ വ്യക്തിക്ക് ഹയർ ലെവലിലേക്ക് എത്താനും സക്സസ്ഫുൾ ആവാനായിട്ടും ട്രെയിനിങ് പ്രോഗ്രാം വളരെ ഹെൽപ്പ് ചെയ്യും. ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ബേസിക്സ്, ഫോറവറിന്റെ ബേസിക്സ് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്തിലാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്താണ് ഫോറവർ ലിവിംഗ് പ്രോഡക്ട്സ് എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ ടൈം, നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന്റെ റീസൺ, വൈ ആൻഡ് ഹൗ, എങ്ങനെയാണ് നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ പൈസയല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ടൈമാണ്. ഇത് നമ്മളുടെ ഫാമിലിയുടെ ഫ്യൂച്ചറിനെ, അതായത് നമ്മുടെ ഭാവിയെ നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാനായിട്ട് പറ്റുന്ന ഒരു റോഡ് മാപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് വളരെ സീരിയസ്ലി അത് എടുത്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഞാനിത് പറയാൻ കാരണം 8 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഫോറവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2012 ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 5th ആണ് എൻ്റെ ജോയിനിങ് ഡേറ്റ്. ഇതിൽ തുടക്കം മുതൽ തന്നെ ഇതിന്റെ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാനും, കേരളത്തിലെ ഇതേപോലെയുള്ള മലയാളം ട്രെയിനിങ് പ്രോഗ്രാംസ് ഒന്നുമില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അത് യൂട്യൂബിലും UK-ലും US-ലും മറ്റുള്ള കൺട്രീസിലൊക്കെ ഉള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ടോപ്പ് ലീഡേഴ്സിന്റെ ഒക്കെ വീഡിയോസ് റെഗുലറായിട്ട് കാണുകയും, പിന്നെ ബാംഗ്ലൂരും ഡൽഹിയിലും മുംബൈയിലും കമ്പനിയുടെ ഓഫീസിലൊക്കെ പോയി അവിടുത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തത്. ഇന്നിപ്പോ നമുക്ക് വളരെ സൗകര്യമാണ്. ഈ കഴിഞ്ഞ ഒരു 9 months കൂടുതലായിട്ട് നമുക്ക് ഓൺലൈൻ ട്രെയിനിങ് വളരെയധികം ഉണ്ട്. ഇപ്പോൾ നേരത്തെ ഉണ്ട്. ഈ കൊറോണ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ട്രെയിനിങ് കൂടുതൽ അറ്റൻഡ് ചെയ്യാനും കൂടുതൽ ഒരു അറിവിനേക്കാൾ കൂടുതൽ തിരിച്ചറിവിലേക്ക് വരാനും കൂടി സാധിച്ചു എന്നുള്ളതാണ്. ലോകം മുഴുവനും തിരിച്ചറിവിന്റെ ഒരു ഇയറാണ് 2020. എനിക്ക് എൻ്റെ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് 2002-ൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഫോറവർ എന്താണെന്നും അതിന്റെ ബേസിക്സ് എന്താണെന്നും അതിന്റെ സിസ്റ്റം എന്താണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഫോറവറിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഫോറവറിൽ വരുന്നതിന് മുമ്പ് തന്നെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു 14 വർഷത്തോളം ഡിഫറെന്റ് കമ്പനികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കമ്പനികളിലെല്ലാം തന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത കമ്പനികൾ തന്നെയാണ്. ക്വാളിറ്റി പ്രോഡക്ട്സ് അവർക്ക് ഉണ്ട്. അതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ തന്നെയായിരുന്നു, ഒന്നും മോശമൊന്നുമല്ല. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് സക്സസ്ഫുൾ ആവാൻ സാധിച്ചില്ല. അതിൽ പ്രധാനപ്പെട്ട പല കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, ഒരു സിസ്റ്റം ഞാൻ ഒന്നിലും കണ്ടിട്ടില്ല. ഫോറവറിൽ എന്ന് പറയുന്നത് കഴിഞ്ഞ 42 വർഷമായിട്ട് 160-ലധികം രാജ്യങ്ങളിൽ പ്രൂവ് ചെയ്തിട്ടുള്ള സിസ്റ്റം ഉണ്ട്. നമ്മൾ പുതിയതായിട്ട് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആവും. ഈ ഒരു കാര്യമാണ്
ഫോറവറിൽ സക്സസ്ഫുൾ ആവാൻ എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചത് ഈ സിസ്റ്റം ഫോളോ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ഭൂരിഭാഗം ആളുകളും ശ്രമിക്കുന്നത് ഫോറവറിന്റെ ബിസിനസ് അവരുടെ രീതിയിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ ശ്രമിക്കുമ്പോൾ അത് നടക്കാറില്ല. ആ നേരത്ത് നമ്മൾ ഫോറവറിന്റെ ബിസിനസ് മോഡൽ അത് ഓൾറെഡി പ്രൂവൺ ആണ്. ഇതിലേക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളൊന്ന് നമ്മളിൽ മാറ്റങ്ങൾ വരുത്തുക. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, ചേഞ്ച് യുവർ ലൈഫ്. അപ്പൊ ഇത് എങ്ങനെയാണെന്നുള്ളത് ഈ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങളൊരു 1 hour സെഷൻ ആണ്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അതായത് ജസ്റ്റ് ലേൺ അല്ല, ലേൺ ടു ടീച്ച്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിൽ പഠിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. നോട്ട് ചെയ്തിട്ട് ആവർത്തിച്ച് അത് മനസ്സിലാക്കുമ്പോൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഫോറവർ കഴിഞ്ഞ 42 വർഷമായിട്ട് 160-ലധികം രാജ്യങ്ങളിൽ വെൽനസ് പ്രോഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ വെൽനസ് മേഖല എന്ന് പറയുന്നത് ഒരു $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ്. ഈ അതില് നമുക്ക് വേണ്ട, അതായത് ഒരു മനുഷ്യന് വേണ്ട ബേസിക്സ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ഹെൽത്തും വെൽത്തുമാണ്. ആരോഗ്യവും സമ്പത്തും. ഇത് രണ്ടും വേണം. ഇത് രണ്ടും ഇല്ലാതെ അതിൽ ഒന്ന് മാത്രമായാൽ, ഹെൽത്ത് മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹെൽത്ത് ശരിയായ രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. വെൽത്ത് മാത്രമാണെങ്കിൽ നമുക്ക് ആ വെൽത്ത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഹെൽത്തും വെൽത്തുമാണ് നമുക്ക് റിയൽ ഹാപ്പിനെസ് തരുന്നത്. ഒന്ന് മാത്രമായിട്ട് നമുക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഈ ഫോർവർ ബിസിനസ്സിലൂടെ നമുക്ക് ഹെൽത്തും വെൽത്തും ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു വലിയൊരു $1 ട്രില്യൺ ഇൻഡസ്ട്രി, അതായത് ഒരു ട്രില്യൺ എന്ന് പറയുന്നത് 1,00,000 കോടിയാണ്. അപ്പൊ ഇത്രയും വലിയ ട്രില്യൺ, അതായത് നമ്മൾക്ക് മില്യണേഴ്സിനെയും ബില്യണേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രില്യണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. അതിൽ വേൾഡിലെ നമ്പർ 1 വെൽനസ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഫോറവർ ലിവിങ് പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് വളരെ പ്രയോജനകരമാവുള്ളൂ. ഒരിക്കലും ഫോറവറിൽ 1 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്തത് ഒരിക്കലും നഷ്ടമായിട്ട് വരില്ല. അത് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ അടുത്ത ജനറേഷനും എല്ലാം ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബെസ്റ്റ് യൂണീക് പ്രോഡക്ട്സ് ആണ് ഫോറവർ തരുന്നത്. ഫോറവറിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു 22 വർഷത്തെ ഡയറക്ട് സെല്ലിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം, അതിലെ ആദ്യത്തെ 14 വർഷത്തെ എക്സ്പീരിയൻസും പിന്നീടുള്ള ഫോറവറിലുള്ള 8 വർഷത്തെ എക്സ്പീരിയൻസും രണ്ടാണ്. ഫോറവറിൽ സക്സസ്ഫുൾ ആവാനായിട്ട് ഒരു സാധാരണക്കാരന് സാധിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു രഹസ്യം എന്താന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റുകളാണ്. വളരെ യൂണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. എന്താണ് യൂണീക്ക്? അതിന് പകരം വെക്കാനായിട്ട് വേറെ ഉണ്ടാവില്ല. അത്രയും യൂണീക്ക് ആയിട്ടുള്ളത്. അത് ഫോറവറിന്റെ ഓരോ പ്രൊഡക്റ്റ് നോക്കിക്കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റു ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, അവർക്കും യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. പക്ഷെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുന്നത്. ബാക്കി അതിൻ്റെ കൂടെ യുണീക്ക് അല്ലാത്ത കുറെ പ്രൊഡക്റ്റുകളും അതിൻ്റെ കൂടെ ഉണ്ടാവും. ഫോറവറിൽ അങ്ങനെയല്ല. ഓരോ 200-ലധികം പ്രോഡക്റ്റ് ഇന്റർനാഷണലി ഉണ്ട്. ഇന്ത്യയിൽ ഏകദേശം 80ഓളം പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഓരോ പ്രൊഡക്റ്റും വളരെ ചെറിയ പ്രൊഡക്റ്റ്, ഈ അലോലിപ്സ് മുതൽ യൂണീക്കാണ്. ഓരോ പ്രോഡക്റ്റും വളരെ യൂണീക്കാണ്. യൂണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നു. അത് മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വളരെ ഹൈ ആയിരിക്കും. ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ് ഫോറവറിന്. അത്രയും യൂണീക്കാണ്. ഇനി അത് മാത്രമല്ല,
പ്രോഡക്റ്റുകൾ ഇത്രയും നല്ലതാണ്, വളരെ റിസൾട്ട് ഓറിയന്റഡ് ആണ് എങ്കിൽ തന്നെയും നമ്മൾക്ക് ഇതിൽ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് നമ്മൾ ഈ ഫോറെവർ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന അവസ്ഥയുണ്ടോ? ഇല്ല. നോ ഫിനാൻഷ്യൽ റിസ്ക്. ഇവിടെ നമ്മൾ പൈസയല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മളുടെ ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് എത്ര സമയം നമ്മളുടെ മറ്റുള്ള ജോലികൾ, ബിസിനസ്സുകൾ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പഠിക്കണം, അതിനൊക്കെ ശേഷം കിട്ടുന്ന സ്പെയർ ടൈം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ഫോർവേഡ്. ഇത് നമ്മൾക്ക് മാത്രമല്ല ഇതുകൊണ്ടുള്ള പ്രയോജനം, നമ്മുടെ അടുത്ത ജനറേഷനും കൂടി ഇത് പ്രയോജനപ്പെടും. അതെങ്ങനെയാണ്? ഇത് ഇൻഹെറിറ്റബിൾ ആണ്, വില്ലബിൾ ആണ്, ജനറേഷൻ ടു ജനറേഷൻസ് കൈമാറാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണിത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് പോലും നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ അടുത്ത ജനറേഷനും കൂടിയിട്ടാണ് നമ്മൾ ഇത് എന്താ പറയാ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിക്കുന്നത്. ഫോർവേഡിന്റെ ബിസിനസ്, ഇതിന്റെ ഒരു ബിസിനസ് മോഡൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ, മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്? ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ, ബ്യൂട്ടി പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ, ബിസിനസ് ഓപ്പർച്യൂണിറ്റി റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ, ഷെയർ ചെയ്യുന്നതിലൂടെയൊക്കെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയാണ്, ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുകയും അവരുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ അവർക്കും ഇത് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചും നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് വരാനായിട്ട്, അത് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മളൊരു 5 year പ്ലാൻ എന്നുള്ള രീതിയിൽ ഫോർവേഡിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിന് പിന്നീട് ഒരു പാസീവ് ഇൻകം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഫോർവേഡിലുണ്ട്. ഒരു പെൻഷൻ പ്ലാൻ പോലെ. പെൻഷൻ നമുക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പൊ ഇവിടെ 18 വയസ്സുള്ള ഒരു സ്റ്റുഡന്റ് ഫോർവേഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 23 വയസ്സിൽ അദ്ദേഹത്തിന് ഒരു 5 വർഷം കൊണ്ട് തന്നെ റിട്ടയർ ചെയ്യാൻ പറ്റും. ഏർലി റിട്ടയർ, ഏർലി റിച്ച്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു റിട്ടയർ, അതായത് നമ്മളൊരു എന്താ പറയാ ജീവിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന അവസ്ഥയിൽ മാറും. ഇപ്പൊ നമ്മളെ ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ ഈ ലോകത്ത് 95% ആൾക്കാരും അന്നന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുന്ന ആളുകളുണ്ട്. അവിടെയാണ് ഫോർവേഡിൽ നമ്മൾ നമ്മുടെ സ്പെയർ ടൈം യൂസ് ചെയ്തിട്ട് ഒരു 5 years, അല്ലെങ്കിൽ 5 years എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതിനു മുമ്പ് തന്നെ ഒരു സ്ട്രോങ് ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നവരുണ്ട്. ചിലപ്പോൾ 1 year കൊണ്ട് പറ്റും, ചിലവർക്ക് 10 years. എന്തായാലും നമ്മൾ കുറച്ച് നാൾ പ്രവർത്തിക്കുന്നതിന് ശേഷം, പ്രവർത്തിക്കാതിരിക്കുമ്പോഴും, അതായത് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചതിന് ശേഷം പിന്നീട് കിട്ടുന്ന ഒരു പാസീവ് ഇൻകത്തെ ആണ് ഈ പെൻഷൻ പ്ലാൻ എന്നത് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ ഇത് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് ബെസ്റ്റ് പോസിബിൾ ടൈമിംഗ്. ഇന്ന് വെൽനസിന്റെ കാലഘട്ടമാണ്. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് 2020 എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിയെ പറ്റിയും രോഗപ്രതിരോധ ശക്തിയെ പറ്റിയൊക്കെ വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതായത് ഒട്ടും ഹെൽത്ത് കോൺഷ്യസ് അല്ലാത്ത ആളുകൾ പോലും വൈറ്റമിൻ സിയെ പറ്റിയും വൈറ്റമിൻ ഡിയെ പറ്റിയും ഇമ്മ്യൂണിറ്റിയെ പറ്റിയും സംസാരിക്കുന്നു. അപ്പൊ ഇതൊരു വലിയ ഒരു കാലഘട്ടമാണ്, നല്ലൊരു കാലഘട്ടമാണ്. ആ സമയത്ത് നല്ല കമ്പനിയിൽ നല്ല പ്രോഡക്ട്സ് റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ വലിയൊരു വെൽനസ് ബിസിനസ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഫോർവേഡിലൂടെ. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഹെൽത്തും വെൽത്തും ആണ് നമുക്ക് ഹാപ്പിനെസ് തരുന്നത്. ഇതെല്ലാം നമുക്ക് ഫോർവേഡിൽ നിന്ന് ലഭിക്കും. ഭൂരിഭാഗം ആൾക്കാരും ഫോർവേഡിൽ വരുന്നത്, ഒരു 80% ആൾക്കാരും ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ബോണസ് ആയിട്ട് വെൽത്ത് ലഭിക്കും. കാരണം അവരൊരിക്കലും ഇതിലൊരു ബിസിനസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ല, അവർക്ക്
പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. ഇപ്പോ ഇന്നലെ തന്നെ ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ കുവൈറ്റിലുള്ള ഒരാള് ആയിട്ട് ഇന്നലെ സംസാരിക്കാനായിട്ട് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. നമ്മളുടെ ടീമിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴിയാണ്. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ന്യൂട്രീഷൻ സപ്ലിമെന്റിന്റെ ഒരു നീഡ് വന്ന സമയത്ത് അദ്ദേഹം ഫോർവർലി കഴിഞ്ഞ ദിവസം അസോസിയേറ്റ് ചെയ്തു. ഇന്നലെ കുവൈറ്റ് ഓഫീസിൽ പോയിട്ട് പുള്ളി 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് അവിടെ പോയത്. കാരണം പുള്ളിക്ക് പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ വേണം. ഓൺലൈൻ ഓർഡർ ചെയ്യാനൊന്നും പുള്ളി വെയിറ്റ് ചെയ്തില്ല. പോയി അവിടെ ഓഫീസ് കണ്ടിട്ട് എന്നെ ഇന്നലത്തെ എന്റെ സൂം മീറ്റിംഗ് ഈവനിങ് ഉള്ള ഒരു സൂം മീറ്റിംഗിന്റെ ഇടയിൽ അദ്ദേഹം കോൾ ചെയ്തു. പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് സംശയം ഏതൊക്കെയാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ അവിടെ അലോവേര ജെല്ലും ആർട്ടിക്സിയും ആണ് അദ്ദേഹം പർച്ചേസ് ചെയ്തത്. അപ്പൊ അവിടുത്തെ ഓഫീസിന്റെ ആംബിയൻസ് കണ്ടിട്ട് തന്നെ അദ്ദേഹം ആകെ എന്താ പറയാ എക്സൈറ്റഡ് ആയി. പുള്ളി പറയുന്നത് ഇത് അദ്ദേഹം അത്ര വിചാരിച്ചില്ല. അദ്ദേഹം വിചാരിച്ചത് എന്തോ ഒരു ചെറിയൊരു സംഭവം ആയിരിക്കുന്നതാണ്. കാരണം ഇൻട്രൊഡ്യൂസറായിട്ട് ഞാനായിട്ട് സംസാരിച്ചു, പക്ഷെ എങ്കിലും പുള്ളിക്ക് അതിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലായില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ബിഗ് കമ്പനിയാണെന്ന് മനസ്സിലായില്ല. ഇന്നും കാലത്ത് എന്നെ വിളിച്ചു, സംസാരിച്ചു. പുള്ളി എക്സൈറ്റഡ് ആണ്. അപ്പൊ ഞാനത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അദ്ദേഹം ചിലപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും കാണും. ഞാൻ അദ്ദേഹത്തിന് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹെൽത്ത് ആണ് ഇമ്പോർട്ടന്റ്. അദ്ദേഹം പറഞ്ഞു എന്റെ ഹെൽത്ത് ഒന്ന് ബെറ്റർ ആയാൽ മതി. 43 ആണ് അദ്ദേഹത്തിന്റെ ഏജ്. പക്ഷെ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. എന്റെ ഇത്രയും നാളത്തെ ഒരു 8 വർഷവും 10 മാസത്തെ ഫോർഓവറിലുള്ള എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിന് ഹെൽത്ത് മാത്രമല്ല അദ്ദേഹത്തിന് വെൽത്തും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞു തുടങ്ങി, എന്റെ ഫ്രണ്ട്സ് പലർക്കും ന്യൂട്രീഷണൽ സപ്ലിമെന്റ് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് കാലത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിലൊരു കാര്യം ചെയ്യുക, ഇത് നിങ്ങളുടെ ആളുകൾക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുക. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചത് ഷെയർ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എത്ര പേരോട് ഷെയർ ചെയ്യണം? ഞാൻ പറഞ്ഞു ഒരിക്കലും ഒരു നമ്പർ ഇത്ര പേരൊന്നല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവർക്ക് ഹെൽത്ത് വേണ്ടേ, അവരോട് ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഒക്കെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ശരിക്കും മറ്റുള്ളവർക്ക് ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാൻ തോന്നില്ല. നമ്മളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളുടെ എഫേർട്ട്, നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, ഇത് എത്രത്തോളം നമ്മൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് പല രീതിയിലുള്ള റിവാർഡ്സുകൾ, അത് ഇൻകമായിട്ടും ട്രിപ്സ് ആയിട്ടും പല രീതിയിലുള്ള റിവാർഡ്സുകൾ അക്കോർഡിംഗ് ടു യുവർ എഫേർട്ട് ഇത് ഫോർഓവറിൽ നിന്ന് ലഭിക്കുന്നതാണ്. Why and how you should invest your time in FLP? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഫോർഓവറിന്റെ ഓപ്പർച്യൂണിറ്റിയെ കമ്പയർ ചെയ്യാനായിട്ട് ഒന്നുമില്ല, ഒരു താരതമ്യം ചെയ്യാനായിട്ട് ഒന്നുമില്ല. കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ ആണ്, ഒരു റിസ്ക്കും ഇല്ല. ഞാൻ ട്രഡീഷണൽ ബിസിനസ് ചെയ്തിരുന്ന ഒരാളാണ്. ഫെർട്ടിലൈസറിന്റെയും പെസ്റ്റിസൈഡ്സിന്റെ ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. എറണാകുളം ഡിസ്ട്രിക്റ്റിലും ഓൾ കേരളയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പല പ്രൊഡക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ. അവിടെയൊക്കെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റും ലോണും ലയബിലിറ്റീസും കാര്യങ്ങൾ വലിയ റിസ്ക് ആണത്. നമുക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാനായിട്ട് സാധിക്കില്ല. ഫോർഓവറിൽ നമുക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാനും മനസ്സമാധാനത്തോടെ ജീവിക്കാനും എല്ലാം സാധിക്കുന്നതാണ്. യാതൊരു റിസ്ക്കും ഇവിടെയില്ല. മറ്റു മേഖലയിലാണെങ്കിൽ നമ്മൾ 24 മണിക്കൂറും ദിവസത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും നമ്മൾ ടെൻഷനിലായിരിക്കും, റിസ്ക് ആയിരിക്കും. ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കിയിട്ടുള്ള ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് ഉറക്കം തന്നെ കിട്ടില്ല. ഇവിടെ ഫോർഎവറിൽ നമുക്ക് വിത്ത് ഫാമിലിയോടൊപ്പം തന്നെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റുള്ള ബിസിനസ്സിലാണെങ്കിൽ നമുക്ക് ഫാമിലി ലൈഫ് ഒന്നും ഉണ്ടാവില്ല. കാരണം ആ ബിസിനസ് നമ്മളെ അങ്ങോട്ട് എടുക്കും. കാരണം നമ്മുടെ ടൈമും ചിന്തയും എല്ലാം അതിലായിരിക്കും. ഫോർഎവറിൽ ഉള്ള ഒരു വേറൊരു അഡ്വാൻറ്റേജ് പറഞ്ഞെങ്കിൽ നമ്മൾ ഹെൽത്തിയറും വെൽത്തിയറും ആയിട്ട് മാറും.
ഹെൽത്തും വെൽത്തും, ആരോഗ്യം സമ്പത്തും നമുക്ക് ലഭിക്കും. രണ്ടും ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. വെൽത്തും മറ്റു മേഖലയിൽ കിട്ടും. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന പല ബിസിനസ്സുകളുണ്ട്. പക്ഷെ അവിടെ ആരോഗ്യം കിട്ടില്ല. നമ്മൾ ടെൻഷൻ എടുത്ത ഉള്ള ആരോഗ്യം നശിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസറിന്റെ ഒക്കെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്? കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്ന കീടനാശിനികൾ, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കീടനാശിനികളും രാസവളങ്ങളും, അതിന്റെ ഗോഡൌൺ, അതിന്റെ ഗോഡൌണോട് ചേർന്നിട്ടുള്ള എൻ്റെ ഓഫീസ്, അവിടെ ഒന്നും ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. അത്രയും പൊല്യൂഷൻ ആണ് അവിടെ, അത്രയും കെമിക്കലാണ് അവിടെ. നല്ലൊരു ഓക്സിജൻ പോലും അവിടെ കിട്ടില്ല. അവിടെ ആ മേഖലയിൽ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. 10 വർഷത്തോളം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ആ മേഖലയിൽ പ്രവർത്തിച്ച എക്സ്പീരിയൻസോട് കൂടിയാണ് ഞാൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. 4-4.5 വർഷം കൊണ്ട് തന്നെ ഞാൻ വലിയൊരു ലയബിലിറ്റിയിലേക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി ആയി എന്ന് മാത്രമല്ല എൻ്റെ ആരോഗ്യവും ക്ഷയിച്ചു എന്നുള്ളതാണ്. ഏകദേശം ആ മേഖലയിൽ ഒരു 15 വർഷത്തോളം പ്രവർത്തിക്കാൻ സാധിച്ചു. 10 വർഷം വേറെ കമ്പനിയിലും സ്വന്തമായിട്ട് ഒരു 4-5 വർഷത്തോളം പ്രവർത്തിച്ചു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു സാധാരണക്കാരൻ എൻ്റർ ചെയ്യാൻ പറ്റുന്നു, ഫിനാൻഷ്യൽ റിസ്ക് ഇല്ല, അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ബോണസ് ആയിട്ട് ഹെൽത്തും വെൽത്തും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. എങ്ങനെയാണ് നമ്മൾ ഇതില് സക്സസ്ഫുൾ ആവുന്നത്? നമ്മളിവിടെ ഓരോ പ്രോഗ്രാംസും അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രോഷർ ആണെങ്കിലും ഓരോ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കുകയും കേട്ട് മനസ്സിലാക്കുകയും കണ്ട് മനസ്സിലാക്കുകയും അനുഭവിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബ്രോഷർ വായിക്കുമ്പോൾ, കമ്പനിയുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ, നമ്മുടെ ഇൻട്രൊഡ്യൂസറായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേൺ വൈൽ യു ഏൺ. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട്, സമ്പാദിക്കാനും കൂടി സാധിക്കും. അല്ലാതെ നിങ്ങൾ ഒരു ഇത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇതിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നതല്ല. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് ഇന്ന് മുതൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പഠിക്കുകയും ഏൺ ചെയ്യുകയും ചെയ്യാം. നമ്മൾ ടൈമാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ചിലവര് ഞാനായിട്ട് സംസാരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഉള്ള കോൺടാക്റ്റിൽ ചോദിക്കുമ്പോൾ എത്രയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ പറയുന്നത് നിങ്ങൾ എമൗണ്ട് അല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് എത്ര ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഫ്രീ ട്രെയിനിങ്സ് ഉണ്ട്. എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും എല്ലാ ലാംഗ്വേജിലും ഫ്രീ ട്രെയിനിങ്സ് ഉണ്ട്. 24 hours ട്രെയിനിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിഫറെന്റ് കൺട്രീസിൽ ഡിഫറെന്റ് ടൈമിംഗ് ആണ്. ഇതെല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പുതിയ ആശയങ്ങൾ, പുതിയ വഴികൾ, പുതിയ രീതികൾ, പുതിയ ബിസിനസ് മോഡല്, ഇതൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് തയ്യാറാകുക. ഞാൻ നേരത്തെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ്, എനിക്കൊരു മാറ്റം വരുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഫോർവർ സൂട്ടബിൾ ആവില്ല. ഒരു മാറ്റം, പുതിയ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ, അത് പഠിക്കാനും അതിനനുസരിച്ച് മാറാനും തയ്യാറാവുക. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വിജയത്തിന് അവരെ സഹായിക്കാനായിട്ട് നമ്മളെപ്പോഴും റെഡി ആയിരിക്കുക. അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക അവരുടെ സക്സസിന് വേണ്ടിയിട്ട്. കാരണം ഫോർവേഡ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെയാണ് നമ്മളുടെ സക്സസും ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു വിൻ വിൻ സ്ട്രാറ്റജിയാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നു, അവരെ വിജയിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കും. വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് വലിയ ലെവലിലേക്ക് എത്താനായിട്ടും ഹയർ അച്ചീവ്മെന്റ്സിലേക്ക് എത്താനായിട്ടൊക്കെ സാധിക്കുന്നത്. കാരണം ഫോർഎവറിന്റെ തന്നെങ്കിൽ നോ ലിമിറ്റ്. ഏണിംഗ് പൊട്ടൻഷ്യൽ ആണെങ്കിലും എന്താണെങ്കിലും അൺലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു വലിയ സ്വപ്നം നമ്മൾക്ക് ഉണ്ടെങ്കിൽ, നമ്മുടെ സ്വപ്നം എത്രത്തോളം വലുതാണെങ്കിലും അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഫോർഎവറിലൂടെ സാധിക്കും എന്നുള്ളതാണ്.
പല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. 8 ways to earn. 8 വഴികൾ ഏൺ ചെയ്യാനായിട്ടുള്ള ഇതാണ്. പക്ഷെ അതെല്ലാം അതിൽ കൂടുതലുണ്ട്. ഒന്ന് റീറ്റെയിൽ പ്രോഫിറ്റ്. ഇന്ന് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഹയസ്റ്റ് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. പേഴ്സണൽ ബോണസ്, കാർ പ്ലാൻ, ടീം ബോണസ്, റോയൽറ്റി ഇൻകം, ലീഡർഷിപ്പ് ബോണസ്, ജെം ബോണസ്, ഇന്റർനാഷണൽ ട്രിപ്സ്, ഡൊമസ്റ്റിക് ട്രിപ്സ്, ചെയർമാൻ ബോണസ്, അങ്ങനെ അതേ പല ഡിഫറെന്റ് ആയിട്ടുള്ള ഏർണിങ്സ് ഇതിലുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. മറ്റു ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് സാധാരണ നടക്കുന്നത് വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് റണ്ണിങ് കോസ്റ്റ് ആയിട്ടും സ്റ്റോക്ക് വെക്കുന്നതിനും വലിയ രീതിയിൽ, അതായത് ലക്ഷങ്ങൾ തന്നെ മതിയാവില്ല. വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാഫ് വേണം, അതിന് വേണ്ടിയിട്ടുള്ള പ്ലേസ് വേണം, പെർമിഷൻസ് വേണം. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമുക്ക് അതായത് 24 hours നമ്മൾ ഡെയിലി ടെൻഷനിലായിരിക്കും. റെസ്പോൺസിബിലിറ്റി വളരെ ഹൈ ആയിരിക്കും. കോമ്പറ്റീഷൻ 24 മണിക്കൂർ കോമ്പറ്റീഷനാണ്. പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് എപ്പോഴും വളരെ വേവലാതിയായിരിക്കും. ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഇതാണ് മോസ്റ്റ് ഓഫ് ബിസിനസ്. ഇപ്പൊ ഈ കൊറോണയൊക്കെ വന്ന സമയത്തിന് ശേഷം ഇപ്പൊ എന്റെ സ്ഥലം ഞാറക്കൽ എന്ന് പറയും, വൈപ്പിൻ ഞാറക്കൽ. അതൊരു ചെറിയൊരു പഞ്ചായത്താണ്. ഇവിടേക്ക് പുതിയ പുതിയ ബിസിനസ്സുകൾ കുറേ വന്നിട്ടുണ്ട്. നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ മാത്രമല്ല, ഏത് സമയത്ത് ഓരോ ബിസിനസ്സുകളും നോക്കിക്കഴിഞ്ഞാൽ തുടങ്ങുന്നതും കാണും, കുറച്ച് കഴിയുമ്പോൾ ആ ഷോപ്പുകൾ കാണില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 90% ഉള്ള അതായത് 90% ബിസിനസ്സുകൾ തുടങ്ങി ഒരു 3 to 5 yearsനുള്ളിൽ ക്ലോസ് ചെയ്യും. നഷ്ടം വന്നിട്ട് ഹെവി ലോസ്. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നിർത്താൻ പറ്റാത്തത് കൊണ്ട് നടത്തി പോകുന്ന ബിസിനസ്സുകളാണ്. ഓൾമോസ്റ്റ് ചെറിയ പെർസെൻറ്റേജ് 1-2% ഒക്കെയാണ് ശരിക്കും പ്രോഫിറ്റബിൾ ആയിട്ട് പോകുന്നത്. അപ്പൊ ഒരു ഗ്യാരണ്ടി ഇല്ല. അവിടെയാണ് നമുക്ക് റിസ്ക് ഇല്ലാതെ ഫോർവേറിന്റെ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഫ്രണ്ട്ലി പ്ലാൻ ആണ്. ബിസിനസ് ഫ്രണ്ട്ലി പ്ലാൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ഫ്രണ്ട്ലി പ്ലാൻ ആണ്. പല പ്ലാനുകൾ ഞാൻ കണ്ടിട്ടുണ്ട് 22 വർഷത്തിനിടയിൽ. ചില പ്ലാനുകൾ എന്ന് പറയുന്നത് ലീഡേഴ്സ് ഫ്രണ്ട്ലി ആണ്. അതായത് ടോപ്പിൽ ഉള്ള ആളുകളൊക്കെ ഏൺ ചെയ്യും, അവർ വലിയ എമൗണ്ട് ഒക്കെ ഏൺ ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ ഒന്നും ഏൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ലൂസേഴ്സ് വളരെയധികം കൂടുതലായി. വേറെ ചില പ്ലാൻ എന്ന് പറയുന്നത് കമ്പനി ഫ്രണ്ട്ലി ആണ്. കമ്പനി ഫ്രണ്ട്ലി എന്ന് പറയുന്നത് കമ്പനി എല്ലാ വർഷവും നല്ല ഗ്രോത്ത് റേറ്റ് കാണിക്കും, കമ്പനിയുടെ ആസ്തി കൂടും. ഇതൊക്കെ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അവര് സ്വപ്നങ്ങൾ കണ്ട് അത് അച്ചീവ് ചെയ്യുന്ന ഒരു സംഭവം അവിടെ പ്രാക്ടിക്കലി നടക്കും. സ്വപ്നങ്ങൾ ഭയങ്കര വലിയ വലിയ ഡ്രീംസ് ആയിരിക്കും. നമ്മളിപ്പോഴും പ്രാക്ടിക്കൽ ആവണം. ഞാനൊരു 14 വർഷം കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടാണ് ഫോർഎവർ സെലക്ട് ചെയ്തത്. ഫോർഎവർ സെലക്ട് ചെയ്യാനും ഫോർഎവറിൽ വരാനും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും വേണ്ടിയിട്ട് 14 വർഷം എന്നെ ഒരുക്കി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ കരുതുന്നത്. ദൈവം എന്നെ ഒരു 14 വർഷം കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. പ്ലസും മൈനസൊക്കെ പഠിക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടി, അനുഭവങ്ങൾ. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഫോർഎവർ ഞാൻ സെലക്ട് ചെയ്തത്. എൻ്റെ അടുത്ത് ആരും വന്നൊരു പ്ലാൻ പറഞ്ഞതല്ല. ഞാൻ ഫോർഎവറിനെ പറ്റി മനസ്സിലാക്കിയിട്ട് ഒരു നല്ല ഡയറക്ട് സെല്ലിംഗ്, വെൽനസ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഏതാണെന്നും അതിന്റെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ്, അതേപോലെ തന്നെ അതിന്റെ റെമ്യൂണറേഷൻ പ്ലാൻ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിന്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ എൻ്റെ മുന്നിലുള്ള 14 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഫോർഎവർ സെലക്ട് ചെയ്തത്. അപ്പൊ ഞാനിത് പറയാൻ കാരണം ഫോർഎവറിന്റെ പ്യൂർലി ഡിസ്ട്രിബ്യൂട്ടർ ഫ്രണ്ട്ലി പ്ലാൻ ആണ്. ഇന്നലെ ഉള്ള ഡിസ്ട്രിബ്യൂട്ടർക്കും ഇന്ന് ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നാളെ വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. അവർക്ക് എത്ര വേണം ഹൈറ്റ്സിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. വളരെ ചെറിയ സ്റ്റാർട്ടിങ് കോസ്റ്റ് മതി നമുക്കിത്. മിനിമം ഓർഡർ 1000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
നമുക്ക് യൂസ് ചെയ്യാനും റീറ്റെയിൽ ചെയ്യാനും. നമുക്കിത് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ എക്സ്പെൻസ് ഒന്നുമില്ല. ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഇനഫ്. ഇന്റർനെറ്റ് കണക്ഷൻ ഇങ്ങനെയുള്ള അത് ഓൾറെഡി നമുക്ക് ഉണ്ട്. ഫോർവറിന് വേണ്ടിയിട്ട് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഫോർവറിന് വേണ്ടിയിട്ട് ഒരു ഫോൺ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഫോർവറായിട്ട് കണക്ട് ചെയ്യുക. നമുക്ക് സ്റ്റാഫിന്റെ ആവശ്യമില്ല. ഞാൻ ബിസിനസ് ചെയ്തിരുന്ന സമയത്ത് സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഡ്രൈവർ ഉണ്ടായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നു, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ട്സിൽ ഇങ്ങനെ സ്റ്റാഫ്, ഇവർക്കെല്ലാം സാലറി കൊടുക്കണം. കമ്പനി നഷ്ടത്തിലാണെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണമല്ലോ. അവര് മോർണിംഗ് ടു ഈവനിങ് വർക്ക് ചെയ്യുന്നതല്ലേ. കമ്പനി നഷ്ടത്തിലാണെങ്കിലും എന്റെ സ്ഥാപനം നഷ്ടത്തിലാണെങ്കിലും ഓണത്തിന് ബോണസ് കൊടുക്കണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഓണത്തിന് സ്റ്റാഫിന് ബോണസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലേഡ് പലിശയ്ക്ക് ഞാൻ കടം വാങ്ങിച്ച് അവർക്ക് ബോണസ് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം റിസ്ക് ആണ് ഞാൻ ചെയ്തതെന്നുള്ളത് തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും ഇപ്പൊ പേടിയാവുന്നു. അന്ന് വേറെ മാർഗമൊന്നുമില്ല, അങ്ങനെ ചെയ്യുന്നു. ഇപ്പോഴാണ് ഈ ശരിയായ ഒരു ബിസിനസ്സിൽ വന്നപ്പോഴാണ് മുമ്പ് ചെയ്ത ദോഷങ്ങൾ, തെറ്റുകൾ എന്താണെന്നൊക്കെ കാണാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഇവിടെ നമുക്ക് ഒരു സ്റ്റാഫും നമുക്ക് ഒരു അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പനിയുടെ സ്റ്റാഫ് എല്ലാം ഇന്ന് ഇന്ത്യയിൽ 19 ഓഫീസ് ഉണ്ട്. ഇവിടെ എല്ലാം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാഫ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിജിറ്റലിയും എല്ലാ രീതിയിലും വളരെ സപ്പോർട്ട് വരുന്ന ഒരു നല്ല ഒരു മാനേജ്മെന്റ് ആണ് ഫോർവർ. അത് ഇന്ത്യയിലും ഇന്റർനാഷണലി. ഓഫീസ് സ്പേസ് വേണ്ട. ഇന്ത്യയിലുള്ള 19 ഓഫീസ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. വേറെ അഡീഷണൽ കോസ്റ്റ് ഒന്നും വരുന്നില്ല. എല്ലാം ഫോർവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബിസിനസ് റൺ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോർവർ ഹാൻഡിൽ ചെയ്യുന്നു. അവിടെ നമുക്ക് റിസ്ക് ഇല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മളുടെ റോള് വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ എപ്പോഴും ആക്റ്റീവ് റോൾ ആയിരിക്കണം. നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. ഇങ്ങനെ ആക്റ്റീവ് ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കറേജ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ആ കറേജ് നമുക്ക് തരുന്നത് നമ്മൾ ആക്റ്റീവ് ആവുമ്പോഴാണ്. എന്താണ് ആക്റ്റീവ്? ഏതൊരു മേഖലയിലും നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്നത് നല്ലതല്ലേ. അപ്പൊ അവിടെ ആക്റ്റീവ് ആവേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫോർവറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു കസ്റ്റമർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എല്ലാ ആളുകളും. പക്ഷെ ഒരു ഓർഡിനറി കസ്റ്റമർ അല്ല, പ്രിഫേർഡ് കസ്റ്റമർ എന്നാണ് കമ്പനി വളരെ ഇമ്പോർട്ടൻസ് ആ വ്യക്തിക്ക് ഫോർവർ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ സ്ട്രക്ചർ നമുക്ക് നോക്കാം. എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഒരു പോയിന്റ് അല്ലെങ്കിൽ CC എന്ന് പറയും, കേസ് ക്രെഡിറ്റ് അല്ലെങ്കിൽ കോമൺ കറൻസി അല്ലെങ്കിൽ കമ്പനി കറൻസി എന്നൊക്കെ പറയാം. നമുക്ക് ഏറ്റവും ടോപ്പ് സെല്ലിംഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന പ്രോഡക്റ്റ് വേൾഡ് വൈഡും ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നത് അലോവേര ജെൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. ഇതൊരു 10 ബോട്ടിൽ, 1 ലിറ്ററിന്റെ 10 ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു CC കവർ ചെയ്യും. അങ്ങനെ ഓരോ ഉൽപ്പന്നത്തിനും CC ഉണ്ട്. ഫോർവറില് എല്ലാ പൊസിഷനും പെർമനന്റ് ആണ്. നമുക്കൊരിക്കലും സീറോയിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പല ബിസിനസ്സിലും ഓരോ മാസവും 1-ാം തീയതി ആവുമ്പോഴേക്കും സീറോയിൽ നിന്ന് പിന്നെയും തുടങ്ങണം. ഇവിടെ ഫോർവറിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അച്ചീവ് ചെയ്ത പൊസിഷൻ അത് പെർമനന്റ് ആണ്. അവിടെ നിന്ന് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയാൽ മതി. ഈ അച്ചീവ് ചെയ്യാനായിട്ടും അക്യുമുലേഷൻ, 2 മാസത്തെ അക്യുമുലേഷൻ, 2 months അക്യുമുലേഷൻ നമുക്കുണ്ട്. പ്രീവിയസ് മന്തിലെ CCയും കറണ്ട് മന്തിലെ CCയും അക്യുമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ പൊസിഷൻസും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഓരോ പ്രൊമോഷന് വേണ്ടി കൗണ്ട് ചെയ്ത CC ആണെങ്കിൽ പോലും പ്രീവിയസ് മന്തിലെ CC ആണെങ്കിൽ അത് അടുത്ത പ്രൊമോഷനും കൗണ്ട് ചെയ്യും. ഇതൊക്കെ വലിയ എന്നെ വളരെ അട്രാക്ട് ചെയ്ത കാര്യങ്ങളാണ്.
ഇത് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ലോകം മുഴുവനും നടക്കുന്ന ബിസിനസ്, അതായത് ഇന്ത്യയിൽ മാത്രമല്ല, നമുക്ക് വേൾഡിൽ നടക്കുന്ന എല്ലാ ബിസിനസ്സും നമ്മളുടെ പ്രമോഷന് കൗണ്ട് ചെയ്യും. ഓരോ പ്രമോഷൻസ് ഉണ്ട്. അതായത് ആദ്യത്തെ ലെവൽ പ്രിഫേർഡ് കസ്റ്റമർ ആണ്. പ്രിഫേർഡ് കസ്റ്റമർ എന്ന് പറയുമ്പോൾ 15% ഡിസ്കൗണ്ട് ആണ് നമുക്ക് പേഴ്സണൽ പർച്ചേസിന് കിട്ടുന്നത്. 2cc ബിസിനസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അസിസ്റ്റന്റ് സൂപ്പർവൈസറിലേക്ക് എത്തും. 25cc ബിസിനസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സൂപ്പർവൈസർ എന്നുള്ള ലെവലിലേക്ക് വരും. 75cc ബിസിനസ് 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് മാനേജർ ലെവലിൽ എത്തുന്നു. 120cc 120cc വരുമ്പോഴേക്കും മാനേജർ എന്നുള്ള പൊസിഷനിലേക്ക് എത്തും. അവിടെ എന്താണ് അഡ്വാൻറ്റേജസ്? അസിസ്റ്റന്റ് സൂപ്പർവൈസർ മുതൽ മാനേജർ വരെ, അതിനുശേഷവും പിന്നീട് പല റാങ്കുകളുണ്ട്. അസിസ്റ്റന്റ് സൂപ്പർവൈസർ മുതൽ 30% ആണ് പേഴ്സണൽ ഡിസ്കൗണ്ട്. കൂടാതെ അസിസ്റ്റന്റ് സൂപ്പർവൈസർക്ക് 5% പേഴ്സണൽ ബോണസ് ലഭിക്കും. 8% സൂപ്പർവൈസറിന് ലഭിക്കുന്നു. അസിസ്റ്റന്റ് മാനേജറെ സംബന്ധിച്ച് 13% ആണ്. മാനേജർക്ക് 18% പേഴ്സണൽ ബോണസ്. ഒരു മാനേജർ ലെവലില് ഒരു വ്യക്തി പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഒരു 1000 റുപ്പീസിന്റെ പ്രോഡക്റ്റ് ആണ് വാങ്ങിക്കണമെങ്കിലും അദ്ദേഹത്തിന് ആ 30% ഡിസ്കൗണ്ടിലാണ് അവിടെ പ്രോഡക്റ്റ് ലഭിക്കുന്നത്. കൂടാതെ ആ പ്രോഡക്റ്റിന്റെ ടാക്സിന് മുമ്പുള്ള പ്രൈസ്, അല്ലെങ്കിൽ BRP എന്ന് പറയും, ബോണസ് റീക്യാപ് പ്രൈസ്, അതിന്റെ 18% പേഴ്സണൽ ബോണസ് ലഭിക്കും. ഇതൊരു വലിയൊരു പ്രോഫിറ്റ് ആണ്. ഒരു നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ പോലും പേഴ്സണൽ ഡിസ്കൗണ്ട് 48% ആണ് കിട്ടുന്നത്. 30 + 18. അതുകൊണ്ട് മാത്രം ഒരു ഫാമിലി റൺ ചെയ്യാൻ പറ്റും. ഒരു അല്പം കസ്റ്റമേഴ്സ്, കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ 48%. ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ചെയ്ത സമയത്ത് ആലോചിക്കുന്നത് 1%, 2% ഒക്കെയാണ് ഓരോ കമ്പനികളുടെ. ബെയർ എന്നൊക്കെ പറഞ്ഞ കമ്പനി, ജർമ്മൻ കമ്പനിയാണ്. അതിന്റെ പ്രോഡക്റ്റുകൾ, പെസ്റ്റിസൈഡ്സ് 2% ഒക്കെ കിട്ടുന്നത്. ഈ പ്രോഡക്റ്റ് ഇല്ലാതെ ബിസിനസ് നടക്കൂല. ഇതിന്റെ ട്രാൻസ്പോർട്ടിങ് കോസ്റ്റ് അധികം കൂടുതൽ വരും. ശരിക്കും ബിസിനസ് നഷ്ടത്തിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഈ പെർസെൻറ്റേജ് ഒക്കെ കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. ഇത്രയും പ്രീമിയം ക്വാളിറ്റി, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉള്ള, ഹൈ റിപ്പീറ്റഡ് സെയിൽസ് ഉള്ള പ്രോഡക്റ്റിന് 48% വരെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. 15% പ്രിഫേർഡ് കസ്റ്റമറിന് കിട്ടുന്നു. അസിസ്റ്റന്റ് സൂപ്പർവൈസറിൽ വരുമ്പോൾ 35 വരുന്നു. 30 + 5. സൂപ്പർവൈസർ 38, അസിസ്റ്റന്റ് മാനേജർ 43%, മാനേജർ ആയി കഴിഞ്ഞാൽ 48%. ഇത് കൂടാതെ സൂപ്പർവൈസർ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടീം ബോണസ് അല്ലെങ്കിൽ ഓളിയം ബോണസ് എന്ന് പറഞ്ഞ ഒരു ഇൻകം സ്റ്റാർട്ട് ചെയ്യും. അത് എൻറ്റയർ ഗ്രൂപ്പിൽ എത്രത്തോളം ടീം മെമ്പേഴ്സ് ഉണ്ടോ അവരൊക്കെ എവിടെ പർച്ചേസ് ചെയ്താലും, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3% ടീം ബോണസ് ലഭിക്കും. അസിസ്റ്റന്റ് മാനേജർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3 എന്നുള്ളത് 5% മുതൽ 8% വരെ ഗ്രോ ചെയ്യും. ഒരു അസിസ്റ്റന്റ് മാനേജർക്ക് സൂപ്പർവൈസർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ എത്ര ആളുകൾ ഉണ്ടെങ്കിലും, എത്ര ജനറേഷൻ താഴെയുള്ള ആളുകളും പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ BRPയുടെ 5% ടീം ബോണസ് ലഭിക്കും. ഈ അസിസ്റ്റന്റ് മാനേജർക്ക് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ലെവലിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, ആ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് 8% ആണ്. ഇത് മാനേജറിലേക്ക് വരുമ്പോൾ 5, 10, 13. അതായത് ഒരു മാനേജറെ സംബന്ധിച്ച് അസിസ്റ്റന്റ് മാനേജർ ഗ്രൂപ്പിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. കാരണം അദ്ദേഹം ഒരു നല്ല ഒരു ബിസിനസ് ബിൽഡ് ചെയ്താണ് അസിസ്റ്റന്റ് മാനേജർ ലെവലിലേക്ക് എത്തുന്നത്. അവിടെ എത്രത്തോളം ആളുകൾ, എത്രത്തോളം ജനറേഷനിൽ താഴെ പർച്ചേസ് ചെയ്താലും, ഏതൊക്കെ രാജ്യങ്ങളിൽ പർച്ചേസ് ചെയ്താലും അതിന്റെ എല്ലാം 5% മാനേജർക്ക് ടീം ബോണസ് ലഭിക്കും. സൂപ്പർവൈസർ ഗ്രൂപ്പ് ആണെങ്കിൽ ഉള്ളതെങ്കിൽ അവിടുന്ന് 10%, അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആണെങ്കിൽ 13%. ഈ ടീം ബോണസ് എന്ന് പറയുന്നത് വളരെ ഒരു ടീം ബിൽഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നല്ലൊരു ഇൻകമാണ്. ഞാൻ മാനേജർ ആയിരുന്ന സമയങ്ങളിൽ ഞാൻ എപ്പോഴും ഇതിന്റെ ബോണസ് സ്റ്റേറ്റ്മെന്റ് നോക്കാറുണ്ട്. അപ്പൊ അതിൽ ടീം ബോണസ് എന്ന് പറയുന്ന ഇൻകം തന്നെ എനിക്ക് 1 lakhന് മുകളിൽ എനിക്ക് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ള ഇൻകം കൂടാതെ, പേഴ്സണൽ ബോണസും ഒക്കെ കൂടാതെ കിട്ടുന്ന കാര്യമാണ്.
ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസും മാർക്കറ്റിംഗ് പ്ലാനിന്റെ സെക്ഷൻ ഇന്നലെ മലയാളത്തിൽ ഒരു മാർക്കറ്റിംഗ് പ്ലാനിന്റെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് ലൈവ് പ്രേംരാജൻ സാറായിരുന്നു അത് കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ വീഡിയോ ഇപ്പോഴും അതിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് അത് കാണാം. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏൺഡ് ഇൻസെന്റീവ് ഓർ കാർ പ്ലാൻ, നമ്മളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള കാറ് വാങ്ങിക്കാനായിട്ട് സാധിക്കും ഫോർവേഡിലൂടെ. അത് ഈ ഏൺഡ് ഇൻസെന്റീവ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ഇൻസെന്റീവ് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെയിൻ ഇൻകത്തിനെ ടച്ച് ചെയ്യാതെ നമുക്ക് കാറ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലെവൽ 1 എന്ന് പറയുന്നത് അതിന്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ 50cc, 100cc, 150cc 3 കൺസിക്യൂട്ടീവ് മന്ത്സിൽ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജനുവരിയിൽ 50cc, ഫെബ്രുവരിയിൽ 100cc, മാർച്ചിൽ 150cc അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ മാർച്ച് മാസത്തിലെ ബോണസ് വരുന്നത് നെക്സ്റ്റ് ഏപ്രിൽ 15-നാണ്. എല്ലാ മാസത്തെയും ബിസിനസ് ക്ലോസ് ചെയ്തതിനു ശേഷം പിറ്റേ മാസമാണ് അതിന്റെ ബോണസ് വരുന്നത്, 15-ാം തീയതി വരും. അപ്പൊ അതിൽ 26,000 രൂപ എക്സ്ട്രാ നമുക്ക് ലഭിക്കും. അങ്ങനെ എല്ലാ മാസവും 36 മന്ത്സിലേക്കാണ് ഇത് കിട്ടുന്നത്. ഒരിക്കൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 36 മന്ത്സിലേക്ക് നമുക്ക് ലഭിക്കും. മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 150cc ബിസിനസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മുടെ എൻറ്റയർ ഗ്രൂപ്പിൽ 26,000 റുപ്പീസ് ലഭിക്കും. ഇത് ഏതെങ്കിലും ഒരു കാരണവശാൽ 150 നമുക്ക് ഏതെങ്കിലും ഒരു മാസം കുറഞ്ഞു. സാധാരണ മറ്റു കമ്പനികൾ ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്, ആ ഇൻസെന്റീവ് നമ്മുടെ ബോണസ് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവില്ല. ഫോർവേഡിൽ അങ്ങനെയല്ല, എത്രയാണോ നമ്മൾക്ക് CC കുറവ് വന്നത് അതിന് ഒരു 173 റുപ്പീസ് മാത്രം കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. മറ്റു ബോണസിന്റെ കൂടെ തന്നെ ക്രെഡിറ്റ് ആവും. ഇത് ലെവൽ 1. ലെവൽ 2 എന്ന് പറയുന്നത് 75, 150, 225 39,000 റുപ്പീസ് ആണ് മന്ത്ലി നമുക്ക് ലഭിക്കുന്നത്. 36 മന്ത്സ് കൊണ്ട് 14 lakhs 4,000 റുപ്പീസ്. Then level 3 100cc, 200cc, 300cc തേർഡ് മന്ത് മുതൽ 52,000 മന്ത്ലി എക്സ്ട്രാ ലഭിക്കും. 16 മന്ത്സ് കൊണ്ട് 36 മന്ത്സ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് 18,72,000. നമ്മളുടെ ഡ്രീം കാർ വാങ്ങിക്കാനായിട്ട് ഇത് തീർച്ചയായിട്ടും സാധിക്കും. നമുക്കത് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് അടച്ചു പോകാനായിട്ട് ഈ ഒരു ഇൻകം കൊണ്ട് തന്നെ സാധിക്കും. 52,000 എന്ന് പറഞ്ഞാൽ നല്ലൊരു വണ്ടി വാങ്ങിക്കാനായിട്ട് സാധിക്കും. 26,000 ഒക്കെ, ഞാൻ എൻ്റെ ഒരു ഫോർവേഡിൽ വരുന്നതിന് മുമ്പുള്ള ഒരു കാർ എന്ന് പറയുന്ന ഒരു ഇൻഡിക്ക കാറാണ്. ലോണാണ്, CC ഫെഡറൽ ബാങ്കിൽ നിന്ന് CC ഒക്കെ എടുത്തിട്ടാണ് വാങ്ങിച്ചത്. അതൊക്കെ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് വന്നു, കാരണം വരുമാനങ്ങളില്ല നമ്മുടെ ബിസിനസ്സിൽ. ഫോർവേഡിൽ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. ഫോർവേഡിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ലോണുകളൊക്കെ പെൻഡിങ് ആണ്. ആ ലോണുകളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയത് ഫോർവേഡിൽ വന്നതിന് ശേഷവും. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് 7,200 രൂപയാണ് EMI അടയ്ക്കുന്നത്. ഇവിടെ 26,000 എന്ന് പറയുമ്പോൾ നല്ല ബെറ്റർ കാർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല, ഇത് ഒരിക്കൽ കിട്ടിയത് സ്റ്റോപ്പ് ആവുന്നില്ല. 36 മന്ത്സ് കഴിയുമ്പോൾ പിന്നെയും അത് റീക്വാളിഫൈ ചെയ്ത് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ലെവൽ 1 എന്ന് പറയുന്നത് ഞാൻ 2 പ്രാവശ്യം ക്വാളിഫൈ ചെയ്തു, 6 years. ട്രാവൽ ഇൻസെന്റീവ്സ്, എല്ലാ വർഷവും 3 ഹോളിഡേ ഇൻസെന്റീവ് നമുക്കുണ്ട്. ഒന്ന് മാനേജേഴ്സ് റിട്രീറ്റ്, അത് ഡൊമസ്റ്റിക് ട്രാവൽ ആണ്, 5 സ്റ്റാർ റിസോർട്ട്സിലാണ്, 7 സ്റ്റാർ ഫെസിലിറ്റീസ് ആണ്. ഈ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാനൊക്കെ നിങ്ങളെ പോലെ കേൾക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഡൊമസ്റ്റിക് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അകത്തല്ലേ, അത് ആ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, നമ്മളൊരു എക്സ്പെക്ട്. പക്ഷെ നമ്മളത് ഫസ്റ്റ് ഞാൻ ഉമൈദ് ഭവൻ പാലസ്, അതിലാണ് ഫസ്റ്റ് അവിടെയൊക്കെ പോകാനും അവിടെ സിൽവർ പ്ലേറ്റില് ഭക്ഷണം കഴിക്കാനും സിൽവർ സ്പൂണും ഇതൊക്കെ പറഞ്ഞെങ്കിൽ
വലിയ അത്ഭുതങ്ങളായിരുന്നു. അപ്പൊ ഇതേപോലെ അത് തന്നെ എല്ലാം ഹെവി 5 സ്റ്റാർ അല്ല 7 സ്റ്റാർ ഫെസിലിറ്റീസ് ആണ്. 6 മാനേജേഴ്സ് റിട്രീറ്റ് ഈ 8 വർഷം കൊണ്ട് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ ഈഗിൾ മാനേജേഴ്സ് റിട്രീറ്റ്, അത് ഇന്റർനാഷണൽ ട്രിപ്പാണ്. എല്ലാം ഒരാൾക്കല്ല പോകുന്നത്, 2 പേർക്കാണിത്. മാനേജേഴ്സ് റിട്രീറ്റ് ആണെങ്കിലും ഈഗിൾ മാനേജേഴ്സ് റിട്രീറ്റും ഗ്ലോബൽ റാലി എല്ലാം 2 പേർക്ക് പോവാം. എല്ലാ എക്സ്പെൻസും, ഫ്ലൈറ്റ് ടിക്കറ്റും അക്കോമഡേഷനും എല്ലാം കമ്പനി എക്സ്പെൻസ് ആണ്. ഈഗിൾ മാനേജർ റിട്രീറ്റ് എന്ന് പറയുന്നത് 5 ഈഗിൾ മാനേജർ റിട്രീറ്റ് ഞാൻ ക്വാളിഫൈ ചെയ്തു. എന്റെ ഫസ്റ്റ് ഈഗിൾ മാനേജർ റിട്രീറ്റ് മെക്സിക്കോ ആണ്. ഇതൊക്കെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ ട്രിപ്പും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ ഗ്ലോബൽ റാലി എന്ന് പറയുന്നത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ബിസിനസ്സിനെ നോക്കിയിട്ടാണ്. 1500 CC വരുമ്പോഴാണ് നമ്മൾ ഗ്രൂപ്പിൽ വരുമ്പോഴാണ് ഗ്ലോബൽ റാലി. ഈ ഗ്ലോബൽ റാലിയും കഴിഞ്ഞ 5 വർഷമായിട്ട് ക്വാളിഫൈ ചെയ്തു. എന്റെ ഫസ്റ്റ് ഗ്ലോബൽ റാലി എന്ന് പറയുന്നത് ഏതിനും ഒരു ഫസ്റ്റ് എപ്പോഴും ഭയങ്കര ഒരു ഇതാണല്ലോ, എക്സൈറ്റിംഗ് ആണല്ലോ. ഓരോ പ്രോഗ്രാമും ഡിഫറെന്റ് ആണ്, അതിന്റെ ട്രെയിനിങ്സും. അത് ജോഹനാസ്ബർഗ് സൗത്ത് ആഫ്രിക്കയായിരുന്നു. ഏറ്റവും ലാസ്റ്റ് പോയത് സ്റ്റോക്ക്ഹോം സ്വീഡൻ. ഈ വർഷം പോകേണ്ടിയിരുന്നത് ഓസ്ട്രേലിയ സിഡ്നിയാണ്. അത് ഈ പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. പക്ഷെ അതിൻ്റെയൊക്കെ സാധാരണ ട്രിപ്പുകൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകണം. പോകുന്നില്ലെങ്കിൽ അതിന് റീഫണ്ട് ഒന്നും കിട്ടില്ല. കാരണം കമ്പനി ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു എന്താ പറയാ, ഒരു മാനസിക ഉല്ലാസം, കുറെ കാര്യങ്ങൾ പഠിക്കാൻ, മറ്റുള്ള ഇന്റർനാഷണൽ ലീഡേഴ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ, അവരുടെ ട്രെയിനിങ്സ്. അപ്പൊ നമ്മൾ എന്താണ് ഫോർവേറിന്റെ കൾച്ചർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. റീഫണ്ട് ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പൊതുവെ പൈസക്ക് വളരെ അത്യാവശ്യമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ അത് ട്രിപ്പ് പോവാതെ റീഫണ്ട് വാങ്ങിക്കുന്നൊരു ചിന്താഗതിയുള്ള ആളാണ്. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും വളരെ എക്സൈറ്റിംഗ് ആണ്, ഇൻഫോർമേറ്റീവ് ആണ്, വലിയ കാര്യങ്ങൾ അറിയാൻ പറ്റും നമുക്ക്. ശരിക്കും ഫോർവേർ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ ഒന്ന് പോകണം. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവര് ഫോർവേറിന്റെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എത്രയും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാനായിട്ട് അതിനുള്ളൊരു പ്ലാൻ ഉണ്ടാവില്ല. ഏറ്റവും റൈറ്റ് ടൈമാണ് ഈ 2001 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ഒരു കാലയളവ്, ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഗ്ലോബൽ റാലി ക്വാളിഫൈ ചെയ്യാം. അത് എങ്ങനെ വേണമെന്നുള്ളതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ഇൻട്രൊഡ്യൂസർ ആയിട്ട് ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിന് റീഫണ്ട് ഇല്ല, നമ്മൾ പോവുക തന്നെ വേണം. പക്ഷെ പതിവിന് വിപരീതമായിട്ട് നമുക്ക് ഗ്ലോബൽ റാലിയുടെ റീഫണ്ട് കിട്ടി. സിഡ്നിയിലുള്ള പ്രോഗ്രാം ക്യാൻസൽ ചെയ്തുകൊണ്ട്, കമ്പനി ക്യാൻസൽ ചെയ്തുകൊണ്ട്, പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട്, അതായത് ഈ കൊറോണയുടെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ലല്ലോ. വലിയ ഈവന്റ് ആണല്ലോ, 20,000 ഒക്കെ ആളുകളാണ് പങ്കെടുക്കുന്ന വലിയ പ്രോഗ്രാമാണ്. അത് 160ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ടോപ്പ് ലീഡേഴ്സ്, അച്ചീവേഴ്സ് ആണ് പങ്കെടുക്കുന്നത്. പ്രത്യേക ഒരു എന്താ പറയാ, ഒരു പ്രോഗ്രാമാണ് അത്. വളരെ എക്സൈറ്റ്മെന്റ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് കാണാൻ പറ്റും. ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം മാർക്കറ്റിംഗ് പ്ലാനിൽ ഡീറ്റെയിൽ ആയി കിട്ടും. നമ്മളിതിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് 5 കാര്യങ്ങൾ അല്ലെങ്കിൽ 5 റൂൾസ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ഒരു സക്സസിന് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിനോടൊപ്പം തന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റും ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. റൂൾ നമ്പർ 1, അണ്ടർസ്റ്റാൻഡിങ്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ യൂസ് ദ പ്രോഡക്ട്സ്, പ്രോഡക്റ്റുകൾ മനസ്സിലാക്കുക. റീഡ് ദ കമ്പനി പോളിസി. കമ്പനി പോളിസി എന്താണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു കമ്പനി പോളിസി നമ്മൾ മനസ്സിലാക്കി എന്നത് ഒരു FBO എന്ന രീതിയിൽ, അതായത് ഫോർവേഡ് ബിസിനസ് ഓണർ എന്നുള്ള ലെവലിൽ നമ്മൾ അറിഞ്ഞിരിക്കണം കമ്പനിയുടെ പോളിസികൾ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ടേംസ്, കണ്ടീഷൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുക. ഒരു സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ഫോർവേഡ് ബിസിനസ് ഓണർ എന്നുള്ള ലെവലിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. ട്രെയിനിങ്സ്,
എല്ലാ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചിലപ്പോൾ 1 hour സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ആയിരിക്കും മനസ്സിലാവുന്നത്. പക്ഷെ ഓരോ പ്രോഗ്രാമിലും എന്തെങ്കിലും സംതിങ് നിങ്ങൾക്ക് ഒരു പോയിന്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. എനിക്ക് എല്ലാ ട്രെയിനിങ് എനിക്ക് ഇനി എല്ലാം പഠിച്ചു ഒന്നും വേണ്ട എന്ന് അല്ലെങ്കിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണ്ടെന്ന് നിങ്ങൾ തോന്നുന്ന സമയം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ് നിങ്ങൾ ട്രെയിനിങ് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. ട്രെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുനിൽ ഗുപ്ത സാർ പറയുന്ന ഒരു കാര്യമുണ്ട്. 3 കാര്യങ്ങളാണ് നമുക്ക് വിജയിക്കാൻ വേണ്ട ഒരു കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നതാണ് ആ 3 കാര്യങ്ങൾ. 1 ട്രെയിനിങ്, 2 ട്രെയിനിങ്, 3 ട്രെയിനിങ്. ട്രെയിനിങ്ങിലൂടെ നമുക്ക് കാര്യങ്ങൾ നമ്മളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഫോർവറിന്റെ ബുക്സ്, ബ്രോഷേഴ്സ്, ലീഫ്ലെറ്റ്സ് ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുക. ഇതെല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ കിട്ടും. ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. കമ്പനിയുടെ വെബ്സൈറ്റിൽ പോവുക. വെബ്സൈറ്റിൽ കുറെ ഇൻഫർമേഷൻ ഉണ്ട്. കമ്പനിയുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ്, എപ്പോഴും നമ്മൾ ഒരു കീപ്പ് ഇൻ ടച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഡെയിലി നമ്മളുടെ ഒരു ബിസിനസ് ആണെങ്കിൽ നമ്മൾ എത്രത്തോളം ഒരു എന്താ പറയാ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ആയിരിക്കും. അതേപോലെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇല്ല എങ്കിലും നമ്മൾ ആ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്നത് സക്സസിന് നല്ലതാണ്. ഇന്റർനാഷണലി ഉള്ള US-ലുള്ള ഞാൻ ഡെയിലി വെബ്സൈറ്റ് സന്ദർശിക്കുന്ന ആളാണ്. കുറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നില്ലെങ്കിലും ജസ്റ്റ് കയറി വിസിറ്റ് ചെയ്തുകൊണ്ട് പോരും. മിഡിൽ ഈസ്റ്റിൽ എങ്ങനെയാണ്, US-ൽ എങ്ങനെയാണ്, UK-ൽ എങ്ങനെയാണ്, ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് അപ്പൊ എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ FLP 360 സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓരോ വ്യക്തികളും അത് പേയ്മെന്റ് കൊടുക്കേണ്ടതാണ്. 1770 രൂപയാണ് മന്ത്ലി അതിന്റെ പേയ്മെന്റ്. പക്ഷെ അതൊരു വലിയ രീതിയിലുള്ള ബിസിനസ് ബിൽഡ് ചെയ്യാനും വളരെ ഇൻഫർമേഷൻസും അതേപോലെ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താനൊക്കെ പറ്റുന്ന നല്ലൊരു ടൂളാണ്. നമ്മളെപ്പോഴും ഒരു എല്ലാ കാര്യങ്ങളിലും ഏതൊരു പ്രോഗ്രാം എന്ത് കാര്യത്തിലും മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെങ്കിലും നമ്മുടെ ടീം മെമ്പേഴ്സ് ആണെങ്കിലും നമ്മുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരാണെങ്കിലും കമ്പനി സ്റ്റാഫ് ആണെങ്കിലും എല്ലാ ആളുകളോടും നമ്മൾ എല്ലാവരും ഇതിൽ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബിക്കം എ സ്പോഞ്ച്. ഒരു സ്പോഞ്ച് പോലെ ആയിരിക്കണം. വെള്ളം നിറഞ്ഞ സ്പോഞ്ച് അല്ല, ഒന്നുമില്ലാത്ത സ്പോഞ്ച്. അത് എന്തും വലിച്ചെടുക്കാനായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് അബ്സോർബ് ചെയ്യാം. പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും എല്ലാ കാര്യത്തിലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. റൂൾ നമ്പർ 2 ബിലീഫ്. തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രോഡക്റ്റിനെ പറ്റി മറ്റുള്ള കാര്യം കമ്പനി പോളിസിയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ വലിയൊരു ബിലീഫിലേക്ക് നമ്മൾ വരും എന്നുള്ള കാര്യം തർക്കമില്ല. ഇവിടെ നമ്മൾ ബിലീഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് മോഡൽ വളരെ എത്തിക്കലാണെന്നും ലോകം മുഴുവനും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മോഡൽ ആണെന്നും ഇത് ഓർഡിനറി പേഴ്സൺ എക്സ്ട്രാ ഓർഡിനറി ലെവലിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. നമ്മൾ അതിലൊരു വിശ്വാസം നമുക്ക് വേണം. ഇതിന്റെ എത്തിക്സിലും വാല്യൂസിലും എല്ലാം നമുക്ക് വിശ്വാസം ഉണ്ടാവണം. അതേപോലെ തന്നെ ഫോർവറിന്റെ പ്രോഡക്ട്സ് അതിന്റെ ഒരു ക്വാളിറ്റിയിലും അതിന്റെ ആ ഒരു റിസൾട്ടും എല്ലാം നമ്മൾ അതേ കാര്യത്തിലെല്ലാം നമ്മൾ അതിന്റെ പ്യൂരിറ്റി ക്വാളിറ്റി എല്ലാം അതിൽ നമുക്കൊരു ബിലീഫ് ഉണ്ടാവും. അത് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ബിലീഫ് നമുക്ക് ലഭിക്കും. നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. വിജയിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് തന്നെ ഉണ്ടാവും. നമ്മളൊരു ബിക്കം ദ പ്രോഡക്റ്റ്, നമ്മളൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറണം. നമ്മളുടെ ക്വാളിറ്റി എല്ലാം അപ്ഗ്രേഡ് ചെയ്യണം. ഫോർവറിന്റെ ഒരു ലെവലിലേക്ക് നമ്മൾ സ്വയം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ആ ക്വാളിറ്റി ബെറ്റർ ആക്കുക. ദെൻ കമ്മിറ്റ്മെന്റ്. റൂൾ നമ്പർ 3 പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന കാര്യത്തിലും അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന കാര്യത്തിലും നമ്മുടെ ടീമിലുള്ളവരെ ട്രെയിൻ ചെയ്യുന്ന കാര്യത്തിലും ടീച്ച് ചെയ്യുന്ന കാര്യത്തിലും കോച്ച് ചെയ്യുന്ന കാര്യത്തിലും എല്ലാം നമ്മൾ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കുക. നമ്മൾ അലോവേര ജെൽ എന്ന് പറയുന്ന ഏറ്റവും ഫാസ്റ്റ് മൂവിങ് പ്രോഡക്റ്റും ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് ഡ്രിങ്ക് ആണ്. ഇത് നമ്മളും നമ്മുടെ ഫാമിലിയും റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. അത് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിക്ക് ഏറ്റവും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അലോവേര ജെല്ലിന്റെ ഗുണങ്ങൾ
എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അറിയാം. ഇത് വളരെ നല്ലതാണ് നമുക്ക് ബെറ്റർ ലൈഫിലേക്ക് വരാനായിട്ട്, ഒരു ബെറ്റർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ലൊരു 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് റേഞ്ചുകളാണ് എല്ലാം തന്നെ. അതിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് പ്രോഡക്റ്റ്, ടോപ്പ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ് അലോവേര. ഇത് നമ്മുടെ കുടുംബത്തിൽ ശീലമാക്കുക. അത് നമ്മുടെ കുടുംബത്തിൽ വെൽനസ് കൊണ്ടുവരും. ഒരു ബെറ്റർ, അല്ലെങ്കിൽ നമുക്ക് ഇൽനെസ്സിൽ പോകാതെ നമ്മുടെ എൻ്റെ ഫാമിലി, നമ്മുടെ FBOs എല്ലാവരെയും നമ്മളിത് പഠിപ്പിക്കുക. നമ്മളെ ഒരു കമ്മിറ്റ്മെന്റ്, നമ്മളെ സമയത്തിലൊരു കമ്മിറ്റ്മെന്റ്, എത്രത്തോളം സമയം നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്യണം. സ്പോൺസറിങ് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ സമയം അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. നിങ്ങളെ ഫാമിലിയോടൊപ്പം ഉള്ളത് ഒരു ലൈഫ്, അവർക്കും നമുക്ക് ഒരു എന്താ പറയാ, ഒരു എൻജോയ്മെന്റും, അവരോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ എല്ലാ മേഖലയിലും കാണിക്കാം. അതോടൊപ്പം തന്നെ ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ്. ഒരു വർഷം കൊണ്ട് നമുക്ക് ടു ഡു ദ റൈറ്റ് തിങ് ദെൻ ഡൂയിങ് ഇറ്റ് റൈറ്റ്. ഒരു വർഷം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക, പിന്നത് നമുക്കൊരു ശീലമായിക്കോളും. നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടും ഒരു റോൾ മോഡലായിട്ടും മാറും. ഒരു 1 ഇയർ പീരീഡ് നമ്മളൊരു ട്രാൻസ്ഫോമിങ്ങിന് വേണ്ടിയിട്ട്, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. ദെൻ ഇത്തിരി ഫാസ്റ്റ് ആക്കുക. സമയം വളരെ കുറവാണ്, ഇപ്പോൾ ഓൾറെഡി ടൈമായി. റൂൾ നമ്പർ 4, ആക്ഷൻ, മാസീവ് ആക്ഷൻ പ്ലാൻ. എന്തിലൊക്കെയാണ് നമ്മൾ അതായത് റീറ്റെയിലിങ്ങിലും സ്പോൺസറിങ്ങിലും നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആളുകളെ, ടീമിലുള്ള ആളുകളെ ടീച്ച് ചെയ്യുന്ന കാര്യത്തിലും, ലീഡർഷിപ്പ് ഏറ്റെടുത്ത് അല്ലെങ്കിൽ അതിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന കാര്യത്തിലും, എല്ലാ കാര്യത്തിലും മാസീവ് ആക്ഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിലും, ഷെയർ ചെയ്യുന്നതിലും, സ്പോൺസർ ചെയ്യുന്നതിലും, എല്ലാ കാര്യത്തിലും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാം മാസീവ് ആക്ഷൻ നമ്മൾ എടുക്കുക. നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. നിങ്ങളേലും ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് അവരെ മാറ്റുക. ഒരാളെ നെഗ്ലക്ട് ചെയ്യരുത്, ഒഴിവാക്കരുത്. മേക്ക് ദം ബെറ്റർ ദാൻ യു. ദെൻ അനലൈസ് റിസൾട്ട്സ്. റൂൾ നമ്പർ 5, ഈച്ച് ആക്ഷൻ വിൽ പ്രൊഡ്യൂസ് എ റിസൾട്ട്, യെസ് ഓർ നോ. രണ്ടും നമുക്ക് റിസൾട്ട് തന്നെയാണ്. അത് നമുക്ക് ബോത്ത് റിസൾട്ട്സ് ആർ ഗുഡ്. അനലൈസ് ദം. യെസ് ആണെങ്കിൽ നോ ആണെങ്കിൽ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, ഞാൻ അതും കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ടാണ്. അത് ബേണിംഗ് ഡിസയർ. ഒരു ജ്വലിക്കുന്ന ആഗ്രഹമാണ് നമ്മൾ സക്സസ്ഫുൾ ആക്കുന്നത്. ആ ഒരു ഡിസയർ, ബേണിംഗ് ഡിസയർ ഉണ്ടാവുക, തീർച്ചയായിട്ടും നമുക്ക് സക്സസ്ഫുൾ ആവാൻ സാധിക്കും. വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് നമുക്ക് അതിലൂടെ സാധിക്കും. ഞാനൊരു ജസ്റ്റ് സ്ലൈഡുകൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. ഡെവലപ്പ് എ ലേണിംഗ് ആറ്റിറ്റ്യൂഡ്. നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം അറ്റൻഡ് ചെയ്യാം. ദെൻ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളത് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ അപ്ലൈനായിട്ട് നിങ്ങൾ ഇരിക്കുക. അവരെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ അവരുടെ ആയിട്ടിരുന്നിട്ട് ഒരു പ്ലാൻ റെഡിയാക്കുക. നമ്മളിതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ മാസവും നമ്മളുടേതായ ഒരു പേഴ്സണൽ 1cc 5-ാം തീയതിക്കുള്ളിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം 15th കംപ്ലീറ്റ് ചെയ്യുക. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അനൗൺസ്മെന്റ് എന്താന്ന് വെച്ചാൽ, നമുക്കൊരു ആപ്പ് ഫോറെവർ ഇന്ത്യ, മൈ ഫോറെവർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മൾക്ക് ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് സ്പോൺസർ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനെല്ലാം പറ്റുന്ന ഒരു ആപ്പാണ്. വളരെ യൂസ്ഫുൾ ആണ്. എല്ലാവരും അത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പാണ്. ഐഫോണിലൊക്കെ ഉപയോഗിക്കാവുന്ന ആപ്പ് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ്. അതും കമ്പനി അനൗൺസ് ചെയ്യും. നമ്മളിതിൽ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ, നമ്മുടെ അത്യാവശ്യം പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനും റീറ്റെയിൽ ചെയ്യാനുള്ള സ്റ്റോക്ക് ഒക്കെ വേണം. നമ്മൾ സീരിയസ് ആണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ മാത്രമാണ്
അവരും നമ്മളെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കുക. വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണുകയും അത് അച്ചീവ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഗോള് സെറ്റ് ചെയ്യുകയും അത് ഇതിൽ ഫോർവേഡിലൂടെ, കാരണം നമ്മൾക്ക് വലിയ ഗോള്, ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് മുന്നോട്ട് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അത് നമ്മൾക്ക് എത്രത്തോളം വലിയ ഡ്രീംസ് ഉണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു എൻ്റെ ലൈബിലിറ്റികൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതും അതിനുശേഷം ഒരു വീട് പണി ഉണ്ടാക്കുക എന്നുള്ളത്. അതെല്ലാം ഫോർവേഡിലൂടെ സാധിച്ചു. 10ലധികം ഇന്റർനാഷണൽ ട്രിപ്സ് പോകാനായിട്ട് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. ഇതൊക്കെ വലിയ ചെയർമാൻ ബോണസ് എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ അല്ലെങ്കിൽ ഗ്ലോബൽ ടേൺ ഓവർ 3%, അത് കഴിഞ്ഞ 5 വർഷമായിട്ട് ക്വാളിഫൈ ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ ചെയർമാൻ റെക്സ്മോൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഒപ്റ്റിമിസം, പെർസിവറൻസ്, കമ്പാഷൻ. ശുഭാപ്തി വിശ്വാസവും സ്ഥിരോത്സാഹവും അനുകമ്പയും നമ്മളിൽ ഉണ്ടാവണം. എന്താണ് ശുഭാപ്തി വിശ്വാസം? മറ്റുള്ളവര് അത് പ്രായോഗികമാണെന്ന് കരുതുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സ്വപ്നം കാണാൻ പറ്റുന്നതാണ് ശുഭാപ്തി വിശ്വാസം. സ്ഥിരോത്സാഹം എന്ന് പറയുന്നത് സാധ്യമെന്ന് മറ്റുള്ളവർ കരുതുന്നതിലും വലിയ കാര്യങ്ങൾ കൂടുതൽ നമ്മളത് പ്രതീക്ഷിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. കമ്പാഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവരോട് അനുകമ്പ ഉണ്ടാവുന്ന വ്യക്തികളായിട്ട് മാറണം നമ്മൾ. എങ്ങനെ അവര് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ അനുകമ്പ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഞാൻ ഒരു 5 കാര്യങ്ങളും കൂടിയും പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ ഇതിൽ ഫോർവേഡിൽ സക്സസ്ഫുൾ ആവാനായിട്ട് ഒരു 5 ക്വാളിറ്റീസ് വേണം. ഓൾറെഡി അത് പറഞ്ഞതാണ്, ഒന്നും കൂടി റിമൈൻഡ് ചെയ്യുന്നു. ഒന്ന് ബിലീഫ്, പ്രോഡക്റ്റിലും കമ്പനിയിലും ബിസിനസ്സിലും സിസ്റ്റത്തിലും അതിന്റെ മാർക്കറ്റിംഗ് പ്ലാനിലും നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാവുക. ദെൻ പാഷനേറ്റ്, പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിൽ പാഷനേറ്റ് ആവുക, പ്രോഡക്റ്റ് വേറെ ആളോട് റെക്കമെൻഡ് ചെയ്യുന്നതിൽ പാഷനേറ്റ് ആവുക, അതേപോലെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നതിൽ പാഷനേറ്റ് ആവുക, ദെൻ നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ ട്രെയിനിങ് കൊടുക്കുന്നതിൽ പാഷനേറ്റ് ആവുക, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതിലും പാഷൻ ഉണ്ടാവുക. ദെൻ കമ്മിറ്റ്മെന്റ്, തീർച്ചയായിട്ടും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലും ഷെയർ ചെയ്യുന്നതിലും ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നതിലും എല്ലാം, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഓട്ടോമാറ്റിക്കലി വരും, അല്ലെങ്കിൽ അത് ഉണ്ടാവണം. അതൊരു ക്വാളിറ്റിയാണത്. ദെൻ മാസീവ് ആക്ഷൻ. ഈ പറഞ്ഞ സിസ്റ്റം എല്ലാം, ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നതും എല്ലാം, ട്രെയിനിങ് കൊടുക്കുന്നതും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതും എല്ലാം ഒരു മാസീവ് ആക്ഷൻ ആവും. ദെൻ 5ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആണ് നെവർ ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്നും നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. നെവർ ഗിവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത്രയും നേരം ഈ പ്രോഗ്രാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. കാരണം സമയത്തിന്റെ പരിമിതികൾ വളരെ കുറവാണ്. ആ ഒരു 1 hour എന്ന് പറയുന്നത് ഓൾറെഡി എക്സീഡ് ചെയ്തു. എന്തായാലും ഇനിയുള്ള പ്രോഗ്രാമിലേക്ക് നമുക്ക് ടൈം കൺട്രോൾ ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. എല്ലാവരും ഇത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫോർവേഡിലൂടെ സാധിക്കട്ടെ, എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.